Welcome back, friends. Today we are going to take the rest portions of zoology first sem. So we had already completed the first 3 modules, and today we are going to take the 4th module, the Kingdom Protista. അപ്പോൾ നമ്മൾ 3 മൊഡ്യൂളോട് എടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 4ാമത്തെ മൊഡ്യൂളാണ് എടുക്കാൻ പോകുന്നത്, കിങ്ഡം പ്രൊട്ടിസ്റ്റ. ഇത്തിരി വലിയ മൊഡ്യൂളാണത്, ഇത്തിരി കൂടുതലായിട്ട് പഠിക്കാനുണ്ട്. ഇതുവരെ പഠിച്ച മൊഡ്യൂളുകളേക്കാളും ഇത്തിരി കൂടുതലായിട്ട് നമുക്ക് 4th മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. ഈ കിങ്ഡം പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്ന സെക്ഷനും അതേപോലെ തന്നെ നിഡേറിയ എന്ന് പറയുന്ന സെക്ഷൻ ആണ് ടെക്സ്റ്റിൽ ഒരുപാടുള്ളത്. സെലക്റ്റീവായിട്ടുള്ള ടോപ്പിക്സ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഇത് വളരെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമാണ് ഈ ഓഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ hope all of you listen. We can start our class. Okay, first I will give you an outline about the chapter or about the module. Okay, പ്രൊട്ടിസ്റ്റയിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് കിങ്ഡം പ്രൊട്ടിസ്റ്റ ആണ്, ഡൗൺ ടു ഫൈല. അപ്പോൾ അതിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് പ്രൊട്ടിസ്റ്റേനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് വരുന്നത് ഒരു ടൈപ്പ് സ്റ്റഡി ഉണ്ട്. അപ്പോൾ പാരമീഷ്യമാണ് നമുക്ക് വരുന്നത്. പാരമീഷ്യത്തിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് എസ്സേ ആയിട്ടും 2 മാർക്കായിട്ടും 5 മാർക്കായിട്ടും ഒക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ അതാണ് ടൈപ്പ് സ്റ്റഡി വരുന്നത്. പിന്നെ വരുന്നത് ഫൈലം, റൈസോപോഡ, അതേപോലെ ഡൈനോഫ്ലജിലേറ്റ്, അങ്ങനെ സെലക്റ്റീവായിട്ടുള്ള കുറച്ച് ഫൈലം മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ആക്ച്വലി പ്രൊട്ടിസ്റ്റയിൽ ഒരുപാട് ഫൈലം ഉണ്ട്. അതിൽ ഇപ്പോൾ നിലവിലുള്ളത് 18 ഫൈലമാണ്. ആ 18 ഫൈലം നമുക്ക് പഠിക്കാനില്ല. എന്നാലും ഓരോ ഫൈലത്തിൻ്റെ പേരും ഒരു എക്സാമ്പിൾ വീതം അല്ലെങ്കിൽ 1-2 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും പഠിക്കാനുണ്ട്. അത്രയേ ഉള്ളൂ. ബാക്കി ചില സെലക്റ്റീവായിട്ടുള്ള ഫൈലത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അധികം വൈകിക്കാതെ തന്നെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഫസ്റ്റ് വരുന്ന ടോപ്പിക്ക് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് പ്രൊട്ടിസ്റ്റ് ആണ്. അപ്പോൾ പ്രൊട്ടിസ്റ്റിനെ കുറിച്ചിട്ട് what all we know about protist, or this is not a detailed study, it's just an introduction, but it is very much important. Salient features of protist എന്തായാലും മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ പ്രൊട്ടിസ്റ്റ് എന്ന് പറയുന്നത് സെല്ലുലാർ ഓർ കൊളോണിയൽ ബോഡി വിത്തൗട്ട് ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ്. സെല്ലുലാർ ഓർ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ആണ് പ്രൊട്ടിസ്റ്റുകൾ. വിത്തൗട്ട് ടിഷ്യൂസ്, they are not classified into, or their body is not divided into tissues and organs, or otherwise it is not divided into cells. അവരുടെ ബോഡി സെല്ലുകളായിട്ട് തിരിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഓർഗൻസും ടിഷ്യൂസായിട്ടും അവരുടെ ബോഡി തിരിച്ചിട്ടില്ല. ഓക്കെ, then locomotor structures include pseudopodia, flagellae and cilia. The particular thing that help the particular organs, what they help to locomotor structures are, the particular organs or structures that help them for locomotion are cilia, flagellae and pseudopodia. ഓക്കെ, അവരെ മൂവ്മെൻറ്റിന് സഹായിക്കുന്ന ചില സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഓർഗൻസ് എന്ന് പറയുന്നത് സ്യൂഡോപോഡിയ, ഫ്ലജെല്ലെ, അതേപോലെ തന്നെ സീലിയ ആണ്. സ്യൂഡോപോഡിയയിൽ എക്സാമ്പിളായിട്ട് വരുന്നത് അമീബ ആണ്. അമീബ നമുക്കെല്ലാവർക്കും അറിയാം. സ്യൂഡോപോഡിക് സ്ട്രക്ചർ നമ്മൾക്ക് ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഫ്ലജെല്ലയിൽ വരുന്ന എക്സാമ്പിൾ യുഗ്ലീനയാണ്. സീലിയയിൽ വരുന്ന എക്സാമ്പിൾ പാരമീഷ്യമാണ്. പാരമീഷ്യനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് സീലിയനെ കുറിച്ചിട്ട് ഒരുപാട് പഠിക്കാനുണ്ട്, അപ്പോൾ മനസ്സിലാവും. ആൻഡ് ഓക്കെ, ദെൻ ചില ഓർഗൻസ് ഇതൊന്നും ഉണ്ടാവില്ല. ചില ഓർഗാനിസംസിൽ ഇതൊന്നും ഉണ്ടാവില്ല. ഈ ഫ്ലജെല്ല, സീലിയ, സ്യൂഡോപോഡിയ ഒന്നും തന്നെ ഉണ്ടാവില്ല. അതിന് പകരം they move by wriggling movements. They move about by wriggling movements and muscleage propulsion. അതിൻ്റെ എക്സാമ്പിൾ പറയുന്നത് സെക്രീഷൻ ഓഫ് മ്യൂക്കസ് ആണ്.
ഇനി അതിൻ്റെ ന്യൂട്രീഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓട്ടോട്രോഫിക് ഉണ്ട്, ഹെട്രോട്രോഫിക് ഉണ്ട്. ന്യൂട്രീഷൻ ഇൻ പ്രൊട്ടിസ്റ്റ് ഹൈലി വാരിയബിൾ. പല തരത്തിലുള്ള പ്രൊട്ടിസ്റ്റിനും പല നല്ലോണം വേരിയേഷൻസ് ന്യൂട്രീഷൻ്റെ കേസിൽ വരുന്നുണ്ട്. ക്ലോറോഫിൽ ബെയറിംഗ് ആയിട്ടുള്ള ഫോംസിനെയാണ് പറയുന്നത് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ്. ബാക്കിയുള്ളതെല്ലാം ഹെട്രോട്രോഫ്സ് ആണ്. ഓക്കെ, ഇനി സിസ്റ്റ് ഫോർമേഷൻ, ഇറ്റ്സ് ഓൾസോ നോൺ ആസ് എൻസിസ്റ്റ്മെൻറ്റ്. Okay, and that is important. Some protists tide over or survive adverse or unfavorable conditions by formation of a protective covering around the body. മനസ്സിലായില്ലേ? ചില പ്രൊട്ടിസ്റ്റ് അവരുടെ അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ അവർക്ക് സ്വയം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ അവരൊരു ഡോർമൻ സ്റ്റേറ്റായിട്ട് ഒരു സിസ്റ്റിൻ്റെ ഉള്ളിൽ അവരെ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യും. പ്രൊട്ടക്ഷൻ, അവരുടെ ചുറ്റും ഒരു കവറിങ് ഉണ്ടാക്കിയിട്ട് അവർ പ്രൊട്ടക്റ്റ് ചെയ്യും. ആ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കവറിങ്ങിൻ്റെ പേരാണ് സിസ്റ്റ്. അമീബ അതിനൊരു എക്സാമ്പിളാണ്. അപ്പോൾ സിസ്റ്റിൻ്റെ ഉള്ളിൽ ദേ റിമെയിൻ ഇൻ ഡോർമൻ സ്റ്റേറ്റ്. ഇനി ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് തിരിച്ചു വരുമ്പോൾ അവർ സിസ്റ്റ് ഡിസോൾവ് ചെയ്തിട്ട് ദേ കം ഔട്ട് ഓഫ് ആൻഡ് റെസ്യൂം ദെയർ നോർമൽ ആക്ടിവിറ്റീസ്. അപ്പോൾ ഇതിൻ്റെ പറയുന്ന പേരാണ് എൻസിസ്റ്റ്മെൻറ്റ്. ഇനി റീപ്രൊഡക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ എസെക്ഷലും സെക്ഷലും കാണപ്പെടുന്നു. എസെക്ഷൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നോ ഗാമേറ്റ് ഫോർമേഷൻ, ഓൺലി വൺ പാരൻറ്റ്. എസെക്ഷൽ റീപ്രൊഡക്ഷൻ 3 തരത്തിൽ കാണുന്നുണ്ട്: ഫിഷൻ, പ്ലാസ്മോട്ടോമി ആൻഡ് ബഡ്ഡിങ്. ഓക്കെ, നമുക്കറിയാം ഫിഷൻ, ബൈനറി ഫിഷനുണ്ട്, മൾട്ടിപ്പിൾ ഫിഷനുണ്ട്. ബൈനറി ഫിഷനിൽ എക്സാമ്പിൾ വരുന്നത് binary fission, we all know the parent body divided into 2 daughter cells. Okay, then as for example for binary fission paramecium, multiple fission example plasmodium ആണ്. അപ്പോൾ പ്ലാസ്മോഡിയത്തെ കുറിച്ചും പാരമീഷ്യത്തെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, ഇപ്പോൾ പ്ലാസ്മോട്ടോമി എന്ന് പറഞ്ഞാൽ മോഡിഫൈഡ് ടൈപ്പ് ഓഫ് ഫിഷനും കാണപ്പെടുന്നു. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ച് പറയണമെങ്കിൽ വി ഓൾ നോ ടു സെൽസ് ഇൻക്ലൂഡഡ് ആണ്. സെക്സ് സെൽസ് ആർ പ്രസൻറ്റ്. ദേ ഫ്യൂസ് ടുഗദർ ആൻഡ് ഫോം എ സിംഗിൾ സെൽ. ഫ്യൂസിങ് സെൽസിന് പറയുന്ന പേര് ഗാമേറ്റ്സ് എന്നും ദ ഫ്യൂസ്ഡ് ഫോമിന് പറയുന്ന പേര് ദ ഫ്യൂഷന് പറയുന്ന പേര് സിംഗാമി എന്നും. ദ ഫ്യൂസ്ഡ് ഫോം ഓർ ദ സിംഗിൾ സെൽ ദാറ്റ് ഫ്യൂസ്ഡ് is called the zygote. Okay, individuals formed by sexual reproduction are called offspring, and the individuals formed by asexual reproduction are called clones. Okay, any life cycle involves zygotic meiosis or gametic meiosis. Some adult protists are haploid and others are diploid. So both these undergo asexual multiplication and form daughter individuals. But however, during sexual reproduction time they behave differently. Haploid ആയിട്ടുള്ള ഫോംസ് divide mitotically. This is important. And diploid ones meiotically. Diploid forms meiotically, haploid forms mitotically ആണ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ടൈമിൽ ഹാപ്ലോയിഡ് ഫോംസ് മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്തിട്ട് ഹാപ്ലോയിഡ് ഗാമേറ്റ്സിനെ ഫോം ചെയ്യുന്നു. ഹാപ്ലോയിഡ് ഫോംസ് ഡിവൈഡ് മൈറ്റോട്ടിക്കലി ആൻഡ് ഫോം ഹാപ്ലോയിഡ് ഗാമേറ്റ്സ്. എന്നിട്ട് ഈ രണ്ട് ഗാമേറ്റും ഫ്യൂസ് ചെയ്യും. ദീസ് ഗാമേറ്റ്സ് ഫ്യൂസ് ഇൻ പെയർസ് ആൻഡ് ഫോം ഡിപ്ലോയിഡ് സൈഗോട്ട്സ്. ഈ സൈഗോട്ട് അണ്ടർഗോ മിയോസിസ് ആൻഡ് പ്രൊഡ്യൂസ് ഹാപ്ലോയിഡ് ഇൻഡിവിജ്വൽസ്. ഓക്കെ, ദിസ് ഈസ് കോൾഡ് സൈഗോട്ടിക് മിയോസിസ്. മനസ്സിലായില്ലേ? ഇനി ഇതിനൊക്കെ വിപരീതമായിക്കൊണ്ട് ക്വൈറ്റ് ഡിഫറെൻ്റ്ലി ഡിപ്ലോയിഡ് ഫോംസ് അണ്ടർഗോ മിയോസിസ് ആൻഡ് ഫോം ഹാപ്ലോയിഡ് ഗാമേറ്റ്സ്. ദിസ് ഈസ് കോൾഡ് ഗാമേറ്റിക് മിയോസിസ്. ഓക്കെ, അപ്പോൾ സൈഗോട്ടിക് മിയോസിസും ഗാമേറ്റിക് മിയോസിസും ഇമ്പോർട്ടൻ്റ് ആണ്. ദീസ് ഗാമേറ്റ്സ് ഫ്യൂസ് ഇൻ പെയർസ് ആൻഡ് ഫോം ഡിപ്ലോയിഡ് സൈഗോട്ട്സ്. ഇനി ഈ സൈഗോട്ട് അണ്ടർഗോ മൈറ്റോസിസ്, അവിടെ മിയോസിസ് ആയിരുന്നു, ഇവിടെ മൈറ്റോസിസ്, ആൻഡ് ഫോം ഡിപ്ലോയിഡ് ഇൻഡിവിജ്വൽസ്. Thus it becomes clear that in haploid forms mitosis gives rise to gametes and meiosis gives rise to adults. On the other hand, in diploid forms mitosis produces adults and meiosis produces gametes. The life cycle with gametic meiosis and prominent diploid adult stage is called diplontic life cycle, and that with zygotic meiosis and prominent haploid adult stage is called haplontic life cycle.
അപ്പോൾ ഇവിടെ സാലൈൻ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ട് തീരുകയാണ്. ഇനി നമ്മൾ ടൈപ്പ് സ്റ്റഡിയിലേക്ക് കിടക്കുകയാണ്. ടൈപ്പ് സ്റ്റഡി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ബട്ട് ദിസ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഇതിലത്തെ ഓരോ ടോപ്പിക്കിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം വി ക്യാൻ ജസ്റ്റ് എൻ്റർ ഇൻ ടു ദി ടോപ്പിക്. ആൻഡ് ദ ടൈപ്പ് സ്റ്റഡി വി വാണ്ട് ടു സ്റ്റഡി അബൌട്ട് പാരമീഷ്യൻ കൗഡാറ്റം. പാരമീഷ്യം എന്ന് പറയുന്നത് ഫെയർലി ലാർജ് ഫ്രീ ലിവിങ് ഫ്രഷ് വാട്ടർ പ്രൊട്ടിസ്റ്റാണ്. കോമൺലി ഫൗണ്ട് ഇൻ പോണ്ട്സ്, സ്ട്രീംസ്, ലേക്സ്, ഡിച്ചസ് എക്സെട്ര. അപ്പോൾ ബോഡി ഓഫ് പാരമീഷ്യത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ പാരമീഷ്യം ഹാസ് ഡിസ്റ്റിങ്ക്റ്റ് ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ എൻഡ്സ്, ഡോർസൽ ഓർ എബോറൽ ആൻഡ് വെൻട്രൽ ഓർ ഓറൽ സർഫസസ്. ദ പോസ്റ്റീരിയർ ഹാഫ് ഓഫ് ദ ബോഡി ഈസ് ബ്രോഡർ. പോസ്റ്റീരിയർ മുകളിലത്തെ ഭാഗമാണ് ആൻറ്റീരിയർ ഹാഫിനേക്കാൾ പോസ്റ്റീരിയർ എന്ന് പറയുമ്പോൾ അടിയിലത്തെ ഭാഗമാണ് മുകളിലത്തെ ഭാഗത്തേക്കാൾ ബ്രോഡർ. ഓക്കെ. പിന്നെ ദ വെൻട്രൽ സർഫസസ് മാർക്ക്ഡ് ബൈ എൻ ഒബ്ലിക് ഡിപ്രഷൻ കോൾഡ് ഓറൽ ഗ്രൂവ്. ഇതൊക്കെ ഒരു ജസ്റ്റ് ഔട്ട്ലൈനാണ്. നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് ഔട്ട്ലൈൻ പറയണമെങ്കിൽ പാരമീഷ്യത്തിൻ്റെ ബോഡി ഈസ് കവേർഡ് ഓഫ് എ ലെയർ ഓഫ് pellicle. Body of paramecium covered all around by leathery living membrane known as pellicle. Distributed all over the body surface are numerous rows of cilia. Cilia helps paramecium for its movement. Cilia is the locomotory structure seen in paramecium. അപ്പോൾ പെല്ലിക്കിൾ എൻക്ലോസസ് സൈറ്റോപ്ലാസം. പെല്ലിക്കിൾ ഒരു എന്താ പറയുക, ഒരു മെംബ്രെയിനാണ്. സോ അതിൻ്റെ ഡ്യൂട്ടി എന്താണ്? ഓൾറെഡി സൈറ്റോപ്ലാസത്തിനെ എൻക്ലോസ് ചെയ്യുക, പ്രൊട്ടക്ഷൻ എക്സെട്ര എക്സെട്ര. ഇനി നമുക്ക് ഓരോന്നിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് പെല്ലിക്കിൾ. പെല്ലിക്കിൾ എന്ന് പറയുന്നത് ഫേം ഫ്ലെക്സിബിൾ ഡബിൾ ലെയേർഡ് ആൻഡ് ഗെലാറ്റിനസ് ലിവിങ് മെംബ്രെയിൻ ആണ്. ദാറ്റ് കവേഴ്സ് ദ ബോഡി ഓഫ് പാരമീഷ്യം. ഓക്കെ, മനസ്സിലായില്ലേ? പെല്ലിക്കിൾ ഇസ് എ ഫേം ഫ്ലെക്സിബിൾ ഡബിൾ ലെയേർഡ് ആൻഡ് ഗെലാറ്റിനസ് ലിവിങ് മെംബ്രെയിൻ ദാറ്റ് കവേഴ്സ് ദ ബോഡി ഓഫ് പാരമീഷ്യം. ഇറ്റ് ഈസ് സെക്രീറ്റഡ് ബൈ ദ കോർട്ടിക്കൽ സൈറ്റോപ്ലാസം. കോർട്ടിക്കൽ സൈറ്റോപ്ലാസമാണ് പെല്ലിക്കിളിനെ സെക്രീറ്റ് ചെയ്യുന്നത്. പെല്ലിക്കിൾ മെയിൻറ്റെയിൻസ് എ കോൺസ്റ്റൻറ്റ് ഫോം ആൻഡ് ഷേപ്പ് ഓഫ് ദ ബോഡി. പെല്ലിക്കിൾ ഈ പാരമീഷ്യത്തിൻ്റെ ബോഡി ഷേപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. ഈ പെല്ലിക്കിളിൻ്റെ ഔട്ടർ സർഫസ് ഇസ് കവേർഡ് ബൈ, നമുക്കറിയാം, മാർക്ക്ഡ് ബൈ ന്യൂമറസ് ലോഞ്ചിറ്റ്യൂഡിനൽ റോസ് ഓർ ഹെക്സഗണൽ ഡിപ്രഷൻ. ഓക്കെ, ഇതിൻ്റെ ഔട്ടർ സർഫസിൽ കുറേ ഹെക്സഗണൽ ഡിപ്രഷൻസ് ഉണ്ട്. Adjacent depressions are separated from one another by intervening ridges. At the bottom of each depression is an opening called circumciliary space. ഈ സർക്കംസീലിയറി സ്പേസിലൂടെയാണ് സീലിയം അറൈസ് ചെയ്യുന്നത്. അപ്പോൾ പെല്ലിക്കിൾ ഈസ് ഫോംഡ് ഓഫ് 2 മെംബ്രെയിൻസ്, ഔട്ടറും ഇന്നറും. Okay, outer membrane serves as plasma membrane, whereas the inner one serves as the soft covering of the cytoplasmic surface. ഇനി ഈ രണ്ട് മെംബ്രെയിനിൻ്റെ ഇടയിലും, in between the inner membrane and the cytoplasmic surface is a vacuolar layer known as alveolar layer. It consists of a continuous series of inflated spaces known as alveoli. Alveolar layer is delimited by inner and outer alveolar membranes. അടുത്തത് പെല്ലിക്കിൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് സീലിയ. ഓക്കെ, അപ്പോൾ ഇൻ പാരമീഷ്യം ദ ഹോൾ ബോഡി സർഫസ് ആസ് എ യൂണിഫോം സീലിയറി കവറിങ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോൾ ബോഡി സർഫസ് ഇസ് കവേർഡ് ബൈ സീലിയ. അപ്പോൾ സീലിയ കവർ ചെയ്യുന്നു, ഫുൾ ബോഡി ഇസ് കവേർഡ് ബൈ സീലിയ. ദിസ് കണ്ടീഷൻ ഇസ് ടേംഡ് ആസ് ഹോളോട്രിക്കസ് സീലിയേച്ചർ. Cilia serve as locomotor and food collecting organelles, hence they are called gynoecilia. ഇതിൻ്റെ ലോക്കോമോഷനും ഫുഡ് കളക്ഷനും വേണ്ടിയിട്ട് സീലിയ പാരമീഷ്യത്തിനെ സഹായിക്കുന്നു. They are arranged in definite rows. At the posterior end, അടിഭാഗത്ത് cilia are long and they form a loose conical bundle called caudal tuft. ഈ caudal tuft ഉള്ളതുകൊണ്ടാണ് പാരമീഷ്യം കൗഡാറ്റത്തിന് ആ പേര് വന്നത്. The surface ciliature of paramecium has two divisions, somatic ciliature-ഉം oral ciliature-ഉം. ഇനി സീലിയത്തിന് 2 പാർട്ടുണ്ട്, namely basal granular portion called kinetosome and terminal and filamentous portion called shaft or axial filament. കൈനറ്റോസോം കോർട്ടിക്കൽ പ്ലാസത്തിൽ എംബഡഡ് ആണ്, വരെ ഷാഫ്റ്റ് പ്രൊജക്ട്സ് ഔട്ട് ഓഫ് ദ ബോഡി. സ്ട്രക്ചറൊക്കെ ടെക്സ്റ്റിലുണ്ട്, അതർവൈസ് ഓൺലി റൈറ്റിങ്ങിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി.
Associated with kinetosome rootlets and associated with shaft are mastigonins. ഓക്കെ, ഇനി നമുക്ക് കൈനറ്റോസോമിനെ കുറിച്ചും ഷാഫ്റ്റിനെ കുറിച്ചും പഠിക്കാം. കൈനറ്റോസോം കോർട്ടിക്കൽ പ്ലാസത്തിൽ എംബഡഡ് ആണെന്ന് പറഞ്ഞു, ഷാഫ്റ്റ് ബോഡിയിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതാണെന്നും പറഞ്ഞു. കൈനറ്റോസോമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, കൈനറ്റോസോം ഈസ് എ സെൽഫ് ഡ്യൂപ്ലിക്കേറ്റിംഗ് സ്ഫെറിക്കൽ ഓർ റോഡ് ഷേപ്ഡ് ബോഡി ഫ്രം വിച്ച് ദ ഷാഫ്റ്റ് ഓഫ് ദ സീലിയം അറൈസസ്. ഷാഫ്റ്റ് അറൈസ് ചെയ്യുന്നത് കൈനറ്റോസോമിൽ നിന്നാണ്. കൈനറ്റോസോം സെൻട്രിയോൾ similar in structure, is somewhat similar to centriole in structure, separated from the shaft by a basal plate or ciliary plate. കൈനറ്റോസോമിൻ്റെ വാള് 9 ഗ്രൂപ്പ്സ് ഓഫ് കോൺസെൻട്രിക്കലി അറേഞ്ച്ഡ് മൈക്രോട്യൂബ്യൂൾസ് കൊണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ സെൻട്രിയോളിൻ്റെ പോലെയാണ് കാണാനെന്ന് പറയുന്നത്. വിത്തൗട്ട് എ ലിമിറ്റിംഗ് മെംബ്രെയിൻ. ഈച്ച് ഗ്രൂപ്പ് ഇസ് കോൾഡ് ബ്ലേഡ്. പിന്നെ കൈനറ്റോസോമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കാർട്ട് വീൽ സ്ട്രക്ചറാണ്. ഇറ്റ് ഹാസ് എ സെൻട്രൽ സിലിണ്ടർ ഓർ ഹബ് ഫോം വിച്ച് എക്സ്റ്റെൻഡ് 9 റേഡിയൽ സ്പോക്സ്, 1 to each triplet doublet. Okay, a triplet tubule. The triplet tubules are interconnected through a dense material. The interconnection is always between the outer subtubule of one triplet and the inner subtubule of the next. Okay, in the distal part of the kinetosome, the cartwheel structure almost disappears. Here the hub transforms to a circle of 3 subtubules. അപ്പോൾ കൈനറ്റോസോമിനെ കുറിച്ചിട്ട് ഇത്രയേ ഉള്ളൂ. ഇനി ഷാഫ്റ്റ്, പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഷാഫ്റ്റ്. ഷാഫ്റ്റ് ഹാസ് 3 parts: axial filament complex, matrix and limiting plasma membrane. Okay, axial filament complex is also called axial complex or axoneme, is the axial core of the shaft. പിന്നെ നെക്സ്റ്റ് പാർട്ട് പറഞ്ഞത് മെട്രിക്സ് ആണ്. ഇറ്റ് ഈസ് എ ഫ്ലൂയിഡ് ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ഇൻ വിച്ച് ദ ആക്ഷ്യൽ കോംപ്ലക്സ് റിമെയിൻസ് എംബഡഡ്. അപ്പോൾ ആദ്യം പറഞ്ഞ ആക്ഷ്യൽ കോംപ്ലക്സ് മെട്രിക്സിലാണ് എംബഡഡ് ആയിട്ട് കിടക്കുന്നത്. Axial complex has a fibrillar organization. It is typically a loose bundle of 11 microtubules. 2 of these tubules are central and the others is peripheral in position. പിന്നെ central microtubules are singlets, each of them being formed of only a single subtubule. Each subtubule is formed of 13 profilaments, which in turn are made up of alpha and beta tubulins and some microtubule associated proteins, MAPs. Okay, പിന്നെ peripheral microtubules are doublets. Each of them is formed of 2 subtubules, namely inner and outer. The inner subtubule is a complete tubule formed of 13 protofilaments. On the other hand, the other subtubule is incomplete and is formed of 9 or 10 protofilaments. ഓക്കെ, ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഷാഫ്റ്റിനെ കുറിച്ചിട്ട് ഒരുപാട് പറയുന്നുണ്ട്. നമുക്ക് അത്രയൊന്നും എടുത്തിട്ട് ടൈം വേസ്റ്റ് ചെയ്യേണ്ട. നമുക്ക് അടുത്തത് ഇൻഫ്രാസീലിയറി അപ്പാരറ്റസിനെ കുറിച്ചിട്ട് അതുകൂടി പറയാം. ഇൻഫ്രാസീലിയറി അപ്പാരറ്റസ് എന്ന് പറയുന്നത് ഫങ്ഷണൽ കോംപ്ലക്സ് ഓഫ് കൈനറ്റോസോംസ്. കൈനറ്റോസോംസിനെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ഫങ്ഷണൽ കോംപ്ലക്സ് ആണ് ഇൻഫ്രാസീലിയറി അപ്പാരറ്റസ്. ആൻഡ് ദ ഹോൾ സെറ്റ് ഓഫ് ഫിബ്രിലിസ് ലെഡിങ് ഫ്രം ദ ഓക്കെ, ഇറ്റ് കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് സീലിയറി ആക്ടിവിറ്റീസ്. സീലിയറി ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്നത് ഇതാണ്. The infraciliary apparatus of paramecia consists of thousands of functional units called kinetids. അപ്പോൾ ഇൻഫ്രാസിലിയറി അപ്പാരറ്റസിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ്സിൻ്റെ പേരാണ് കൈനറ്റിഡ്സ്. ലീനിയർ റോ കൈനറ്റിഡ്സ് ഫോംസ് എ ഫങ്ഷണൽ ഗ്രൂപ്പ് കോൾഡ് കൈനറ്റീം. അപ്പോൾ ദ സം ടോട്ടൽ ഓഫ് ഓൾ ദ കൈനറ്റീസ് ഫ്രോം ദ ഇൻഫ്രാസിലിയറി അപ്പാരറ്റസ്. അപ്പോൾ ഒരു കൈനറ്റിഡിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് നോക്കാം. ഒരു സീലിയം ഉണ്ടാവും, ഇറ്റ്സ് കൈനറ്റോസോം ഉണ്ടാവും, ആൻഡ് ദ ഫിബ്രിൽസ് അസോസിയേറ്റ് വിത്ത് ദ കൈനറ്റോസോം. ഇതൊക്കെ കൂടിയിട്ടാണ് കൈനറ്റിഡ് ഫോം ചെയ്യുന്നത്. കൈനറ്റിഡ് എന്ന് പറയുന്നത് ഫങ്ഷണൽ യൂണിറ്റ് ആണ്. സോ ദ നമ്പർ ഓഫ് കൈനറ്റിഡ്സ് വിൽ ബി ഈക്വൽ ടു ദ നമ്പർ ഓഫ് സീലിയ. The sum total of all the kinetids of a paramecium constitutes the infraciliary apparatus. അതുമാത്രമല്ല ഇനി എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അറ്റ് ദ ബൗണ്ടറി ബിറ്റ്വീൻ എക്ടോപ്ലാസം ആൻഡ് എൻഡോപ്ലാസം ദർ ആർ ലാർജ് ബണ്ടിൽസ് ഓഫ് മൈക്രോഫിലമെൻറ്റ്സ് കോൾഡ് എം ഫൈബേഴ്സ്. Their contraction brings about changes in body shape to enable paramecium to squeeze through narrow spaces.
അപ്പോൾ ഇത്ര ആണ് ഈ ഓഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ഇനി ഒരുപാട് പറയാനുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ സ്ട്രെസ് ചെയ്ത് പറയുന്നുള്ളൂ. ബാക്കിയൊക്കെ ചിലപ്പോഴേ പറഞ്ഞു പോവുള്ളൂ, അല്ലെങ്കിൽ പറയില്ല. ഓക്കെ, so we can this class is finished. The rest will be uploaded in the next audio. This audio is finished. Thank you for all your cooperation. Thank you.